المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാർ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തമായി വേറെ നിറക്കുന്നവൻ എന്നിൽപ്പെട്ടവനിലാകുന്നു പഠിപ്പിച്ച ലോകഗുരു ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഖുർആൻ മനുഷ്യകുലത്തിന്റെ വൈകാട്ടി എന്ന വിഷയത്തെ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ബഹുമാന്യരെ, ശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകരും ഒരു കാട്ടാള സമൂഹവും ചേർന്ന് ലോകത്തിന് പഠിപ്പിച്ച നീണ്ട കഥകൾ പറയാതിരിക്കാനാവില്ല. അപ്രതിഷ്ഠരും പരുക്കൻ പ്രകൃതരുമായ ഒരു ജനവിഭാഗമായിരുന്നു ഖുർആനിന്റെ പ്രഥമ അഭിസംബോധകർ. ചെറിയ കാലയളവ് കൊണ്ട് തന്നെ മൂല്യങ്ങളുടെ തിളങ്ങുന്ന മാതൃകകളാക്കിയെടുക്കുകയും പിന്നീട് അവരിലൂടെ നമ്മുടെ കൈത്തിരി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യും. അത്ഭുതമായിരുന്നു ലോകം കണ്ടിരുന്നത്. ശുദ്ധ ഖുർആൻ കേവലം ഒരു രാജ്യത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിന്റെയോ മതഗ്രന്ഥമല്ല, മറിച്ച് മാനുഷികതയാണ് അത് അഭിസംബോധന ചെയ്യുന്നത്. കാലദേശവർഗ ഭാഷാ വിവേചനങ്ങൾക്ക് അതീതമായ മാനുഷികതയെ അഭിസംബോധനയിലൂടെ ഖുർആൻ അടിവരയിടുന്നുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത അരാജകത്വത്തിൽ ജീവിച്ച് സ്വന്തം രക്തത്തിൽ പിറന്നു വീണ കുഞ്ഞു പെണ്ണായാൽ അഭിമാനഭാര നിമിത്തം കുതിച്ചുകൂടി അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞു നടന്ന ചിന്ത. അയൽവാസിയുടെ വീട്ടിലേക്ക് തന്റെ ഒട്ടകം കടന്നു വന്നാൽ അതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന യുദ്ധക്കൊതിയന്മാരാണ് ജനത. താൻ മരിച്ചാൽ തന്റെ കുഴിമാടത്തിന് മുകളിലെ മുന്തിരിവള്ളിയുടെ വേരുകൾ നുരപ്പിക്കൊണ്ടിരിക്കുന്ന തന്റെ അസ്ഥിപാഞ്ചനങ്ങൾക്ക് മധുരത്തിന്റെ ലഹരി പകരുമെന്ന് പറയുന്നതാണ് ജനത. സാമൂഹ്യമായും ലക്ഷ്യം നന്മകളില്ലാതെ ജനത.